നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റേൺ യൂറോപ്പിലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വേണ്ടിയുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണുള്ളത്. ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഇറ്റ്സ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളാണ്. 1930 സ്റ്റാർട്ട് ചെയ്ത ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ ഇതിന്റെ 95th ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഒരു സമയമാണ്. സോ ഒരു യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് വരാൻ പോകുന്നത്. സോ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുക. ഈ കോളേജ് അറൗണ്ട് 100+ ഇയേഴ്സ് പഴക്കമുള്ള കോളേജാണ്. അതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററികൾ നമുക്കിവിടെ കാണാം. എത്രത്തോളം വർഷങ്ങൾ പഴക്കം മുമ്പുള്ള ഫോട്ടോ, അവർ കടാവറും അതുപോലെ റിയൽ ഹ്യൂമൻ ബോഡിയുമായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തതിൻ്റെ ഫോട്ടോസ്. ആ ഫോട്ടോസിൻ്റെ അടിയിലൊക്കെ ക്ലിയർ ആയിട്ട് 1958 1932 എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര വർഷങ്ങൾക്ക് മുമ്പേ മെഡിക്കൽ ഫീൽഡിൽ ഒരു എന്താ പറയുക വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നത്. അതിൻ്റെ എല്ലാം എവിഡൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈവൻ ബുക്സുകൾ പോലും 1932 അനാറ്റമിയുടെ ബുക്സുകൾ പോലും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കാണിച്ചു തരാം. അതൊരു മ്യൂസിയം പോലെ അവർ ഗ്ലാസ്സിലൊക്കെ ഇട്ട് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ 1932 അനാറ്റമിയുടെ ബുക്ക് ആ സൈറ്റാണ്. അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേരാം. ഇത് ഇവിടുത്തെ മൈക്രോബയോളജിയിലെ വൺ ഓഫ് ദി ലാബാണ്. ഇതുപോലെ കുറേ ലാബുകൾ അപ്പുറത്തപ്പുറത്തായിട്ടുണ്ട്. ഇത് ഓരോരോ സ്റ്റേഷനായിട്ട് ഓരോ കുട്ടിക്കും വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ സ്റ്റേഷനായിട്ട് അവർ കൊടുത്തേക്കുക. ആ ലാബ് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് വേറൊരു മൈക്രോബയോളജി ലാബാണ്. ഇങ്ങനെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിട്ട് 17 ലാബ്സ് ആണുള്ളത്. ഓരോ ലാബിലും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഓരോ സ്റ്റേഷൻസ് ആയിട്ട് എന്തൊക്കെ റിയേജൻസ് ആണോ വേണ്ടത്, അത് എന്തൊക്കെ അപ്പാരറ്റസുകളാണോ വേണ്ടത്, അത് ഓരോരോ ഒരു സ്റ്റേഷനിലായിട്ട് വെച്ചിട്ട് മൈക്രോസ്കോപ്പും കാര്യങ്ങളും പിന്നെ കിട്ടുന്ന റിസൾട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഓരോ ലാബുകൾ കാണാം. ഈ ഒരു ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് 17 ലാബുകളാണ് ഇവിടെ ഉള്ളത്. ഇത് ഇമ്മ്യൂണോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇവിടുത്തെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ റൂമാണ്. നമുക്ക് വലിയ ഓട്ടോക്ലേവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഹോട്ട് എയർ അവന് അങ്ങനെയൊക്കെയുള്ള ഓരോരോ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെയുള്ളൊരു ജിം ഏരിയയാണ്. ഇത് കുട്ടികൾക്കായിട്ട് ഫ്രീ ആക്സസ് ആണ്. അത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്പോർട്സ് കോംപ്ലക്സിലാണ്. ഇവിടെ ഇല്ലാത്ത ഗെയിംസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ മാർഷൽ ആർട്സിന്റെ ഏരിയയിലാണ്. നമ്മുടെ കിക്ക് ബോക്സിങ് അതുപോലെ തന്നെ കാരാട്ടെക്കും തുടങ്ങിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ മാർഷൽ ആർട്സും ഇവിടെ അവൈലബിൾ ആണ്. സ്പോർട്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള 2 ഗേൾസിൻ്റെ ഹോസ്റ്റലാണ്. 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ട്. ഇവിടെ ടോട്ടലി യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ട്. പിന്നെ അതല്ലാണ്ട് കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള യൂണി വേറെയും ഉണ്ട്. ഇതല്ലാണ്ട് നമ്മുടെ ഇന്ത്യൻ ഹോസ്റ്റലും ഉണ്ട്. ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന വേറെ ഹോസ്റ്റലും ഉണ്ട്. ഇത് ജസ്റ്റ് ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള 2 ഫീമെയിൽ ഹോസ്റ്റലാണ്. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം. യൂണിവേഴ്സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ഹോസ്പിറ്റലാണ്. നേരെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് കയറുന്ന ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടെ നമുക്ക് പേഷ്യൻസ് കാര്യങ്ങൾ ഇവിടുത്തെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ടാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ല, ഇത് വൺ ഓഫ് ദ ഹോസ്പിറ്റലാണ്. ഇത് സർജിക്കൽ ഹോസ്പിറ്റൽ മാത്രമാണ്. വേറെ അല്ലാണ്ട് മെഡിക്കൽ അതുപോലെ ഡെർമാറ്റ് അങ്ങനെ ഓരോ സെക്ഷൻസും ഓരോ ഹോസ്പിറ്റലായിട്ടാണ് ഇവിടെ. ഇത് സർജിക്കൽ ഹോസ്പിറ്റലാണ്. പ്രസവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ബിൽഡിങ്ങിലൂടെയാണ്. ബ്ലഡ് പ്രഷറിന് നമ്മളൊരു ന്യൂ ബോൺ ബേബിയുടെ ഹാപ്പിനെസ് ഒക്കെ ആയതിൻ്റെ ഹാപ്പിനെസ് ഒക്കെ ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ സർജറി ബിൽഡിങ്ങിലെ തന്നെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിലാണ്. സോ നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇത് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ VIP പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് ആഫ്റ്റർ ദ സർജറി, പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റീവ് സർജറിക്കൊക്കെ ശേഷം പേഷ്യൻസിനുള്ള VIP പേഷ്യൻസിനുള്ള റൂമാണ്. അതിൻ്റെ സെറ്റപ്പ് ഒന്ന് ഫുള്ളായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അല്ലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇതാണ് VIPസിനുള്ള റൂം ഫെസിലിറ്റീസ്. പ്ലാസ്റ്റിക് സർജറി മാത്രമല്ല മറ്റുള്ള സർജറികൾക്കും ഇതേപോലുള്ള റൂം ഫെസിലിറ്റീസ് ആണ്. പിന്നെ നോർമൽ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കും അതായത് നോർമൽ റൂംസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കാര്യം ഇത് ടോട്ടലി ഒരു 13 സ്റ്റോറി ബിൽഡിംഗ് ആണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്.
ഇത് ഇവിടുത്തെ സിമുലേഷൻ ലാബാണ്. സിമുലേഷൻ ലാബ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത, പക്ഷെ എന്നാൽ എബ്രോൺ യൂണിവേഴ്സിറ്റികളിൽ ഉള്ള ഒരു ബെറ്റർ ലാബ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടില്ലേ, ഇതൊരു ഹെഡാണ്. ഇതിപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഈ ഒരു പീസായിട്ട് മാറ്റി വെക്കാം. സോ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലും എങ്ങനെയാണോ ഒരു ഹ്യൂമൻ സ്ട്രക്ചേഴ്സുകൾ കാണുന്നത് അത് അതേപോലെ നമുക്ക് കാണാൻ അപ്രിഷ്യേറ്റ് ചെയ്യാൻ കാണാനും പറ്റും. ഒരു സാറിന് ഒരു കുട്ടിക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ പോർഷൻസ് ആണുള്ള, എന്തൊക്കെ ഡക്റ്റുകളാണ്, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈഫോയിഡ്സും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് നമുക്ക് തിരിച്ച് അറ്റാച്ച് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ കണ്ടീഷൻസ് കാണിക്കുന്ന പോലെ, ഇപ്പോൾ തറയിലേക്ക് നോക്കിയേ, അപ്പം ഒരാൾക്ക് ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈഫോ ആണ് ഈ ഒരു സൈഡിൽ കാണിക്കുന്നത്. ഇതൊക്കെ സിമുലേഷൻ ഹെഡുകളാണ്. ഇനി ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ടും കണ്ണിൻ്റെ ഒരിതാണ് കൊടുത്തേക്കുന്നത്. അതായത് ഓരോരോ കണ്ടീഷൻസ്, ഇപ്പോൾ ഫോറിൻ ബോഡി നമ്മുടെ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഏത് കണ്ടീഷനിലായിരിക്കും കണ്ണിരിക്കുന്നത്. ഇതുണ്ടോ എക്സീമ പാൽപെബ്രെ, നമ്മൾ ഈ ഒരു പാൽപെബ്രൽ ഏരിയയിൽ ചൊറിച്ചിലൊക്കെ വരുമ്പം എക്സീമ എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. അങ്ങനെ ഓരോ കണ്ടീഷൻസ് വരുമ്പം കണ്ണിൻ്റെ അവസ്ഥകളാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർക്ക് കുറച്ചും കൂടി ഈസി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാബാണിത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ബേബീസിൻ്റെ കാര്യങ്ങൾ, ഇപ്പം നമുക്ക് സ്യൂച്ചർ ഇട്ടേക്കുന്ന ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും, അംബ്ലിക്കൽ കോഡിൻ്റെത്, ഇങ്ങനെ ഓരോരോ കണ്ടീഷൻസാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലെ സിമുലേഷൻ ലാബ് എന്ന് പറയുന്നത് നമ്മളിവിടെ എബ്രോഡ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് കണ്ടിട്ട് നമ്മളെപ്പോഴും പറയത്തില്ലേ, നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ സിമുലേഷൻ. ഇപ്പോൾ ഇത് നമുക്ക് ഒരു കുട്ടിയുടെ ബർത്ത് എങ്ങനെയാണെന്നുള്ളൊരു സിമുലേഷൻ മെത്തേഡിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇത് ഹോസ്പിറ്റൽ പേഷ്യൻസ് കൂടാണ്ട് ഈ ഒരു പേഷ്യൻസിലേക്ക് എക്സ്പോഷർ ആവുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മെത്തേഡ് വഴി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും കുട്ടികൾക്ക്. വൺസ് പേഷ്യൻ്റ് എക്സ്പോഷർ എത്തുന്നതിന് മുമ്പ് തന്നെ അവരിതിലേക്ക് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ അനാറ്റമിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. സോ നമുക്കിവിടെ എന്തൊക്കെയാണ് ഉള്ളത്, നമുക്ക് മ്യൂസിയമും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇത് ഇവിടുത്തെ അനാറ്റമി മ്യൂസിയമാണ്. കണ്ടിട്ട് തന്നെ അത്ര അത്ഭുതപ്പെടുത്തിയ ഒരു മ്യൂസിയമാണ്. എന്ന് വെച്ചാൽ എത്ര പഴക്കമുള്ള ബോൺസും കാര്യങ്ങളും ഉണ്ടെന്നറിയാം ഇവിടെ ഇരിക്കുന്നത്. മമ്മീസ് കാര്യങ്ങളെന്ന് വെച്ചാൽ ബോഡി ഇതായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന 100+ ഇയേഴ്സ് പഴക്കമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഏൻഷ്യൻ ടൈമിലെ മനുഷ്യൻ്റെ സ്കള്ള് വരെ ഈ ഒരു ഈ ഒരു അനാറ്റമി ലാബിലുണ്ട്. അത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അത്ര അടിപൊളി ഒരു അനാറ്റമി ലാബാണ്, ഒരു അനാറ്റമി മ്യൂസിയമാണ്. ബോൺസിൻ്റെ കേട്ടോ, ബോൺസിന് മാത്രം വേണ്ടിയിട്ടുള്ള മ്യൂസിയമാണ്. ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ഈ ഒരു സ്കള്ളൊക്കെ ഏൻഷ്യൻ ടൈംസിലെയാണ്. ഇത് ഈ ഒരു സ്കള്ളൊക്കെ അത്രയും പഴക്കമുള്ളതാണ്. ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ കാണുന്നത് നമ്മൾ ഹാൻഡ്സിൻ്റെ ആ ഒരു പോർഷനിലുള്ള ബോണും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഓരോരോ പാർട്സായിട്ട് വെച്ചേക്കുവാണ്. ഇപ്പോൾ ലെഗ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോരോ പാർട്സായിട്ടാണ് വെച്ചേക്കുന്നത്. ഇതുണ്ടോ, എല്ലാം ഇങ്ങനെ ഡിഫറെൻറ്റ് പാർട്സായിട്ട് നമ്മൾ പഠിക്കാൻ വരുമ്പോൾ ഇതിപ്പോൾ സ്കള്ള് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫോവുലേസും കാര്യങ്ങളൊക്കെ ഉള്ളത് അവയിലെല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഫുൾ സ്കള്ള്. ഇതാണ് ഇവിടുത്തെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന മമ്മി. ഇതെന്ന് പറയുന്നത് 100+ ഇയേഴ്സ് പഴക്കമുള്ളതാണ്. ഈ ഒരു മ്യൂസിയത്തിൽ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി 100+ ഇയേഴ്സ് പഴക്കമുള്ളതാണ്. അത്രയും പഴക്കമുള്ളത് തന്നെയാണ് ഈ കാണുന്നതും. ഇവിടെ ഇത് അനാറ്റമിയുടെ ഒരു സെക്കൻഡ് മ്യൂസിയമാണ്. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സയാമീസ് ട്വിൻസാണ്. നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഇത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതേപോലെ ഓരോ ഡിഫോമിറ്റി വന്ന ഓരോ എംബ്രിയോസും ഫീറ്റസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരൊറ്റ കണ്ണൊക്കെ ഉള്ള എംബ്രിയോ, ഈ സൈഡിലാണെങ്കിൽ ഓരോരോ ഡിഫോമിറ്റീസ് വന്ന് നമ്മൾ ഈ കാണുന്നത്. ഇതെല്ലാം നല്ല പഴക്കമുള്ള സ്പെസിമെൻസ് ആണെന്ന് പറഞ്ഞാൽ അത്രയും നാളത്തെ ഇവരോട് പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു മ്യൂസിയം ഫുള്ളായിട്ട് ഇങ്ങനെ ഡിഫോമിറ്റീസ് വന്ന ബേബീസിൻ്റെ അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ബോഡിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് ഫുള്ളായിട്ട് നിങ്ങളെ കാണിച്ചു തരാം.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു 100+ ഇയേഴ്സ് പഴക്കമുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മ്യൂസിയത്തിലാണ്. ഇപ്പം സോവിയറ്റ് അതായത് റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് കുട്ടികളെ ഈ ഒരു മ്യൂസിയം കാണിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരാറുണ്ട്. കാരണം അത്രയും പഴക്കമുള്ള ഓർഗൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്പർ 1 മ്യൂസിയം ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ കാര്യങ്ങൾ ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ കാണിച്ചു തരാം ഇത് ഫുള്ളായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതെന്നുള്ളത്. ഈ ഒരു അലമാരിയിലായിട്ട് ഓരോ ഡിഫറെൻറ്റ് ഓർഗൻസ്, ഇപ്പോൾ കിഡ്നി, ലിവർ, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഓർഗൻസിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഇപ്പോൾ പത്തോളജി ഉള്ളതോ അല്ലാതെ നോർമലായിട്ടുള്ളതൊക്കെ ഇവിടെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചു തരാം. എന്തുകൊണ്ടാണിത് നമ്പർ 1 മ്യൂസിയം എന്ന് പറഞ്ഞ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇപ്പം തൈറോയിഡ് വന്ന ഒരു ട്രക്കിയ ആ ഒരു പോർഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ഓരോ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്തേക്കുന്ന രോഗങ്ങൾ എങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ഓർഗൻസ് മാറുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെസിമെൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതെന്ന് പറയുമ്പം അത്രയും ഇൻഫർമേഷൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും രാജ്യത്തെ കുട്ടികൾ ഈ ഒരു ലാബ് കാണാൻ ഇവിടെ വരുന്നത്. ഇതും മറ്റൊരു അനാറ്റമി മ്യൂസിയമാണ്. ടോട്ടലി മ്യൂസിയംസ് തന്നെ ഒരു 5 to 6 മ്യൂസിയംസ് ഉണ്ട്. അതിലെല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന അത്രയും വർഷങ്ങൾ പഴക്കമുള്ള സ്പെസിമെൻസ് ആണ്. ഇപ്പം നമ്മൾ കാണുന്നത് കുഞ്ഞി കുട്ടികളുടെ സ്കെൽറ്റൻ, അതും ഒറിജിനൽ സ്കെൽറ്റനാണ്. ഈ ഒരു ലാബും ഫുള്ളായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്നെ ഈ ഇവിടെ വന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റാണ്. അത്രയും അടിപൊളിയായിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ഇത്രയും വർഷങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് തന്നെ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. ഇത് ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, അതായത് മെഡിക്കൽ ഹോസ്പിറ്റലാണ്. ഇവിടെ ഡയഗ്നോസിസും കാര്യങ്ങളും ഫസ്റ്റ് പേഷ്യൻസ് വരുന്നുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇത് ഇവിടുത്തെ മാമോഗ്രഫി എക്യുപ്മെൻ്റ് ആണ്. ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ് മാമോഗ്രഫി എക്യുപ്മെൻറ്റ്. എബ്രോഡ് യൂണിവേഴ്സിറ്റീസിൽ MBBS പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും കഡാവർ ഉണ്ടായിരിക്കുമോ പ്രാക്ടീസ് ചെയ്യാനെന്നുള്ളത്. അതിവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ ഒരു കഡാവറിന് റെസ്പെക്റ്റ് കൊടുക്കേണ്ടതെന്ന് തന്നെ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളത് നേരിട്ട് കണ്ടു. ഏകദേശം 4 വലിയ ഫോർമാലിൻ പൂളുകളിലായിട്ട് 10 കഡാവേഴ്സാണ് ഈച്ച് പൂളിലായിട്ടുള്ളത്. അതായത് ഈ ടോട്ടൽ കഡാവർ കൂടാതെ, അതായത് അറൗണ്ട് ഒരു 40 കഡാവേഴ്സ് ഉണ്ട്, വലിയ കഡാവേഴ്സ്. ഇത് കൂടാണ്ട് ജോയിൻറ്റുകളായിട്ടും സോഫ്റ്റ് ടിഷ്യൂസ് ആയിട്ടും ഓരോ ഓർഗൻസുകളായിട്ടും സെപ്പറേറ്റ് ആണ് ഈ കഡാവേഴ്സ് ഇവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അനാറ്റമി ചീഫിനോട് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് സ്യൂച്ചർ ചെയ്യാനായിട്ടും അല്ലാണ്ട് എന്താ പറയുക പഠിക്കാനായിട്ടും നമുക്ക് ഡിസെക്ട് ചെയ്ത് പഠിക്കാനായിട്ടും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അനാറ്റമി മ്യൂസിയം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടെ എത്രത്തോളം ഫെസിലിറ്റീസ് ഈ അനാറ്റമി ലാബിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. ആക്ച്വലി ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഒരു വലിയ ടൗൺ ഉണ്ടല്ലോ, ആ ടൗണ് ഫുള്ളായിട്ട് യൂണിവേഴ്സിറ്റി, അതിൻ്റെ കോളേജ്, ഹോസ്പിറ്റൽ, ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുക. മൊത്തത്തിലൊരു എന്താ പറയുന്നത് ടോട്ടലി ഒരു 1000 ഏക്കറോളം കൂടുതൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക അതിൻ്റേതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ആയിട്ട്. ഇത് ഫുള്ള് കണ്ടു തീർക്കണമെങ്കിൽ തന്നെ ഒരു 2 days വേണം മിനിമം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്, അതിൻ്റെ ഒറ്റൊരു ബിൽഡിങ് മാത്രമാണ് ഈ കാണുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകളായിട്ട് അപ്പുറത്തിരിക്കുക. നമ്മൾ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പോയി കണ്ടു, അത് തന്നെ വലിയൊരു ഹ്യൂജ് ബിൽഡിംഗ് ആണ്. ഓരോ ബിൽഡിങ്ങും ഒരു 12-13 നില വെച്ചിട്ടാണ് വരുന്നത്. ആക്ച്വലി നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ എൻറ്റയർ ഏരിയ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഫൗസി, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. എന്താണ് നിന്റെ ഒപ്പീനിയൻ പറഞ്ഞു? ആസ് എ ഡോക്ടർ കണ്ടതിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഞാൻ പറയാനാണെങ്കിൽ ഇവിടെ അനാറ്റമി മ്യൂസിയം കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ വരുന്ന സ്റ്റുഡൻസിനുണ്ടല്ലോ, അവരാ മുടക്കുന്ന ഓരോ പെനിയും വെർത്താണെന്ന് പറയത്തില്ലേ, അതുപോലത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നാൽ കിട്ടുന്നത്. ആക്ച്വലി ഒരുപാട് കുട്ടികൾ MBBS അബ്രോഡ് ഓപ്റ്റ് ചെയ്യുന്ന കൺട്രീസ് എന്ന് വെച്ചാൽ പഴയ സോവിയറ്റ് യൂണിയൻ കൺട്രീസ് ആണ്. സോ
ഈ സോവിയറ്റ് യൂണിയൻ കൺട്രീസിലുള്ള എല്ലാ സ്റ്റുഡൻസും മെഡിക്കൽ സ്റ്റുഡൻസും ഈ അനാട്ടമി മ്യൂസിയം കാണാനായിട്ട് വിസിറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. കാരണം 100+ ഇയേഴ്സ് പഴക്കമുള്ള സ്പെസിമെൻസ് അവരിവിടെ പ്രിസർവ് ചെയ്ത് അത്രയും അടിപൊളിയാക്കി വർഷങ്ങളായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതും നമ്മൾ ഓരോ ഓർഗൻസിലുണ്ടാവുന്ന രോഗങ്ങൾ എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും സാധനങ്ങൾ അവർ അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ. കാര്യം എന്ന് വെച്ചാൽ ഈസ്റ്റേൺ യൂറോപ്പിലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കഡാവർ പ്രൊവൈഡ് ചെയ്യുന്നത് പഠിപ്പിക്കുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അതായത് കഡാവറിൽ ഇന്ത്യയിലെ പോലെ തന്നെ ഡിസെക്ഷൻ വെച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി. സാധാരണ ചില എബ്രോഡ് യൂണിവേഴ്സിറ്റീസിൽ കഡാവർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അവർ തൊടാൻ പോലും സമ്മതിക്കാറില്ല. മറ്റു യൂണിവേഴ്സിറ്റികളൊന്നുമില്ല. ഇപ്പൊ ജോർജിയ ആണെങ്കിലും ഉസ്ബെക്കിസ്ഥാൻ ആണെങ്കിലും മറ്റു രാജ്യങ്ങളിലൊന്നുമില്ല. ഈവൻ ഈജിപ്തിൽ മാത്രമാണ് കഡാവർ ഉള്ളത്. പക്ഷെ അവിടെ ഡൈസെക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതില്ല. പക്ഷെ ഉള്ളതിൽ അസർബൈജാനിൽ മാത്രമാണ് ഡിസെക്ഷൻ യൂസ് ചെയ്തിട്ട് ഇന്ത്യയിൽ എങ്ങനെയാണോ മെഡിക്കൽ എഡ്യൂക്കേഷൻ കഡാവർ വെച്ച് യൂസ് ചെയ്ത് അനാട്ടമി പഠിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ കുട്ടികൾ, അതായത് മലയാളി കുട്ടികൾ, ഇവിടെ ഉള്ള കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് ഇയർ തൊട്ട് ഇവരെ സർജറി പോസ്റ്റിങ്ങിന് കൊണ്ടുപോകും. അതായത് സർജറി കാണിക്കാൻ കൊണ്ടുപോകും. അവർ നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇവരുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ വരണം, നിങ്ങൾ നിന്ന് ഫുള്ള് കാണണം, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, നിങ്ങൾ ഫ്യൂച്ചർ ചെയ്തോ എന്ന് അവരുടെ അടുത്ത് ആ ഒരു ടൈം തൊട്ടേ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഒരു തേർഡ് ഇയർ സെക്കൻഡ് ഇയർ തൊട്ടേ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും എക്സ്പോഷർ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് കാണാൻ വരാൻ സമയമില്ലാത്തത് കൊണ്ടുള്ള മാത്രം പ്രശ്നമുള്ളൂ. അത്രയും എക്സ്പോഷർ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ നമ്മൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പേർട്സ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റും ഇവിടെ പഠിപ്പിക്കാനും ഹെഡായിട്ടും ഒക്കെ ഉള്ളത് അല്ലേ? അതെ അതെ. കൂടാണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സെക്കൻഡ് ഇയറിന് ശേഷം ഓരോ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്തിട്ട് അവരുടെ സർജറി ടൈമിൽ അവരുടെ ഡോക്ടേഴ്സിനോടൊപ്പം പോകാൻ പറ്റുന്നതാണ്. സോ അതും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റുള്ള യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഈവൻ ഇന്ത്യയിലുള്ള നമ്മുടെ മെഡിക്കൽ കോളേജസ് കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെ കുട്ടികൾക്ക്. കാര്യം ക്ലിനിക്കൽ സൈഡ് ഒരുപാട് നോളജ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്. അത് നമ്മൾ പറയേണ്ടത് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന MBBS പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞ് നമുക്കറിയാം, അവർ ആ പഠിക്കുന്ന ടൈമിൽ ഒരു പേഷ്യന്റിനെയൊക്കെ അവർ റൗണ്ട്സിന് പോകുമ്പം ദൂരെ നിന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കുട്ടികൾ പറയുന്ന റിവ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർജറി റൂമിൽ വരെ അവർ അടുത്തു നിന്നാണ് ഈ കേസുകൾ കാണുന്നത്. സോ അപ്പോൾ എത്രത്തോളം എക്സ്പോഷർ ആണ് കുട്ടികൾക്ക് കിട്ടുന്നത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇനി ഈ ഒരു ക്യാമ്പസിൽ നമ്മൾ കണ്ട പോരായ്മയായിട്ട് പറയാൻ പറ്റുന്നത് കാര്യം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ അത്യാവശ്യം ഫീസ് കൂടുതലാണ്. കാര്യം ഓൾമോസ്റ്റ് $8,070 ആണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത്. പക്ഷേ മറ്റുള്ള യൂണിവേഴ്സിറ്റീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആണ്. കാര്യം ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നതിനെക്കാട്ടിലും ഒരു നല്ല ഫെസിലിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം ലാബ് ആയിക്കോട്ടെ, ലൈബ്രറി ആയിക്കോട്ടെ, അതുപോലെ ക്ലിനിക്കൽ എക്സ്പോഷർ ആയിക്കോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ 100% പെർഫെക്റ്റ് ആണ്. കാര്യം ഇവിടെ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്താണ്. കാര്യം ഈ ഒരു 8,000 സംതിങ് കൊടുത്താൽ പോലും മുതലാവാത്ത രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇമ്മൻസ് ക്ലിനിക്കൽ നോളജസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുമല്ല, പിന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഓരോ ഹോസ്പിറ്റലിൽ തന്നെ ഓരോരോ ഡിപ്പാർട്ട്മെന്റാണ്. സർജറിക്ക് ഒരു ഹോസ്പിറ്റൽ, മെഡിക്കലിന് ഒരു ഹോസ്പിറ്റൽ, ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഹോസ്പിറ്റലായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത്രയും പേഷ്യൻസും എക്സ്പോഷറും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മറ്റുള്ള കൺട്രീസ് പോലെ 400-500 ഇന്ത്യൻ സ്റ്റുഡൻസിനൊന്നും എടുക്കില്ല. ഇവിടെ 100 സീറ്റ്സ് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സ്റ്റുഡൻസിനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ നാഷണാലിറ്റീസിന് ഓരോ സ്പെസിഫിക് കോട്ടാസ് ഉണ്ട്. ആ കോട്ടയിലുള്ള സ്റ്റുഡൻസിനെ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽസും അതായത് ഓവർ ക്രൗഡഡ് ആവുന്നതുകൊണ്ടുള്ള ഇഷ്യൂസ് ഒന്നും ഈ ഒരു യൂണിവേഴ്സിറ്റിയിലില്ല. സോ ആ 100 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും വരില്ല. കാര്യം നമ്മൾ മറ്റുള്ള പല രാജ്യങ്ങളിലും കാണുന്നതാണ്, ഓവർ ക്രൗഡ് ആയിട്ട് സ്റ്റുഡൻസിനെ എടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ക്ലാസ്സസ് കിട്ടാറില്ല, ക്ലിനിക്കൽസ് കിട്ടാറില്ല, ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് കിട്ടാറില്ല. സോ ഇവിടെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ എടുക്കുന്നുള്ളൂ. ആസ് എ മെഡിക്കൽ ഫീൽഡിൽ നിന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ MBBS പോലെ ഒരു കോഴ്സ് പഠിക്കാൻ ഒരു എബ്രോഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെർത്തായിട്ട്, അതായത് പഠിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങളൊരു ഹെൽത്ത് പ്രൊഫഷനിലേക്കാണ് ഇറങ്ങുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്ന പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് എന്താണോ രോഗം അത് ഡയഗ്നോസ് ചെയ്ത് അതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് നിങ്ങൾ പഠിച്ചിറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ടു പ്രിഫർ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എബ്രോഡാണ് പഠിക്കാൻ പോകുന്നതെങ്കിലും. സോ അതിന് ഏറ്റവും വെർത്തായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയ്ക്കും നിങ്ങൾക്ക് അതിനുള്ള ഔട്ട്പുട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയാനായിട്ടും അഡ്മിഷൻസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.